എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള മിൽക്ക് ഐസ് ബോക്സ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ടേസ്റ്റുള്ള ഐസ്ക്രീമുകളും അതുപോലെ കേക്കുകളും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് കുക്കിങ്ങിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ബിസ്ക്കറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം, പാല്. നമുക്കിതിനായിട്ട് ഇന്ന ബിസ്ക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതിനായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ മുന്നേ സാധാ ബിസ്ക്കറ്റ് വെച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വ്യത്യസ്തമുള്ള ബിസ്ക്കറ്റ് ഞാനിതിൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാട്ടോ, യാതൊരു കുഴപ്പമില്ല. ഓറിയോ ബിസ്ക്കറ്റോ ചോക്ലേറ്റ് ബിസ്ക്കറ്റോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. നമുക്കിനി ബിസ്ക്കറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബിസ്ക്കറ്റുകളുടെ എണ്ണം ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അത് കാണണം, അത് ചെയ്യണം. അപ്പം നമ്മൾ 3 പാക്കറ്റിലും ബിസ്ക്കറ്റ് ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ചോക്ലേറ്റ് മിൽക്ക് ഐസ്ക്രീമാണ്. ഇതാണ് ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു ലെയർ ക്രീം ആക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ നമ്മൾ ബിസ്ക്കറ്റ് വയ്ക്കും, പിന്നെ ക്രീം, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ നമ്മൾ സ്വല്പം എന്തെങ്കിലും എസൻസ് ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിതിലേക്കിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആവശ്യാനുസരണം അതിൽ ആഡ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ ഇത്തിരി കൂടുതൽ ചെയ്യണതാണ് നന്നായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര ചെറിയൊരു ബൗളുള്ളൂ. നിങ്ങളുടെ അടുത്ത് വലിയ ബൗളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ 2 ബൗളിലായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ബിസ്ക്കറ്റ് ജസ്റ്റ് പാലിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് സെറ്റ് ചെയ്യണം. പാലിൽ ഒന്ന് നന്നായിട്ട് മുക്കണം. എന്ന് വെച്ചാൽ ഒന്ന് കുതിർന്ന് കിട്ടണം നമുക്ക്, എങ്കിലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഇത്തിരി കടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒത്തിരി നേരം പാലിൽ മുക്കണ്ട, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. നമ്മൾ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാം. അതിൻ്റെ വിടവുകളൊക്കെ നികത്തി വേണം നമ്മൾ ചെയ്യാനായിട്ട്. നിങ്ങളിനി സാധാ ബിസ്ക്കറ്റാണ് എടുക്കണതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാലിൽ ഏതെങ്കിലും ഫ്ലേവറുകൾ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ചോക്ലേറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ് അത് സ്വല്പം മിക്സ് ചെയ്തിട്ട് അതിൽ ബിസ്ക്കറ്റ് മുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോഫി പൗഡർ മാത്രം മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് ഇതിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി ബിസ്ക്കറ്റ് നമുക്ക് പാലിൽ മുക്കിയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ വെക്കാം. ഞാൻ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിനും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാത്തത്. അതിനുശേഷം വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ സ്വല്പം ബിസ്ക്കറ്റ് പൊടിച്ചത് ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ടൈറ്റ് ചെയ്ത് അടച്ച് ഡേ നൈറ്റ് ഫ്രീസറിൽ വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മറ്റേ ബൗളിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണിത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഐസ് ബോക്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. ക്രിസ്മസിന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചോക്ലേറ്റ് മിൽക്ക് ഐസ്ക്രീമിൻ്റെ വീഡിയോ കാണാത്തവർ ദയവായി അത് കാണണം, തയ്യാറാക്കണം. അതിനുശേഷം മിൽക്ക് ഐസ് ബോക്സ് കേക്ക് തയ്യാറാക്കണം. ഒത്തിരി കേക്കുകളുടെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, കാണാത്തവർ ദയവായി കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.